ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ നിലയിൽ നല്ല കുടുംബജീവിതം നയിക്കാൻ ദൈവം ഇടയാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി കുടുംബജീവിതം മാത്രമല്ല ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ, ദൈവം നമുക്ക് സാമൂഹ്യ ജീവിതം തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ സഭാജീവിതം. സാമൂഹ്യ ജീവിതവും സഭാജീവിതവും ആ രീതിയിൽ ഞാൻ ഒരുമിച്ചങ്ങ് പറയുകയാണ്. അത് മറ്റൊരു കുടുംബമാണ്, അതൊരു മറ്റൊരു വലിയ കുടുംബമാണ്. അവിടെ നമുക്ക് ആ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ കുടുംബമാണ് ഞാൻ എൻ്റെ ഭാര്യയും കൊച്ചും മാത്രം മതി എന്നുള്ള ലോകത്തിൽ മാത്രം ചുരുങ്ങിയിരിക്കരുത്. അതൊരു ചെറിയ യൂണിറ്റാണ്. ദൈവം അതിനേക്കാളും വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യുന്നുണ്ട്, അല്ലേ? ദൈവത്തിന്റെ കുടുംബത്തെ വലുതാക്കിയവനാ ദൈവം. ദൈവത്തിന്റെ കുടുംബത്തെ ദൈവം എന്ത് ചെയ്തു? വലുതാക്കി. ദൈവം വിചാരിച്ചാൽ ദൈവത്തിനുള്ള കുഴപ്പമുണ്ടോ? ഞാനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മതി, വേറെ ആരും വേണ്ട. ദൈവത്തിന് ഒന്നും നഷ്ടപ്പെടാനില്ല, ദൈവത്തിന് ഒന്നും പ്രത്യേകിച്ച് നേട്ടവും ഇല്ല. ഒരു കാര്യവും മനുഷ്യ സൃഷ്ടിയെ, പ്രപഞ്ചത്തെയും ദൂതന്മാരെയും സൃഷ്ടിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഗ്ലാമറിന് എന്തെങ്കിലും കുറവുണ്ടോ? അല്ലെ, ഇതൊരു ദൈവശാസ്ത്രപരമായ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവം ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല, ദൈവത്തിന്റെ മഹത്വം കുറഞ്ഞു പോകുന്നില്ല, ദൈവത്തിന് പ്രത്യേകിച്ച് ലാഭവും ഇല്ല ഇതുകൊണ്ട്. പക്ഷെ എന്നിട്ടും ദൈവം എന്ത് ചെയ്തു? ദൈവം വന്നിട്ടും പ്രവർത്തിച്ചു, മനുഷ്യനെ ഉണ്ടാക്കി, പ്രപഞ്ചത്തെ ഉണ്ടാക്കി, ദൂതന്മാരെ ഉണ്ടാക്കി, കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് ദൈവത്തിന്റെ കുടുംബത്തെ വലുതാക്കി, ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് നമ്മളെ ചേർക്കുകയാണ് ചെയ്തത്, അല്ലെ? അത് നമ്മുടെ മനസ്സിലേക്ക് എടുക്കണം. ദൈവം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ സ്വാർത്ഥരായി കരുത്, ഞാൻ എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ കൊച്ച്, ഞാൻ ഇത്രയും മതി, അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നത് ദൈവികമല്ല. ദൈവം ചെയ്തത് നമ്മൾ ചെയ്യണം. നമ്മുടെ ആ കുടുംബത്തെ വലുതാക്കണം. ദൈവം നമ്മളെ കല്യാണം കഴിപ്പിച്ചത് എന്തിനാ? ദൈവം എന്തിനാ ഒരു തുണയെ തന്നത്? വികസിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടോ? 12 മണിയായപ്പോഴത്തേക്കും ഉറക്കൊക്കെ വരുന്നുണ്ടോ? ഓക്കെ. ദൈവം ആദാമോ ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് എന്നാ ഹവ്വേനെ അങ്ങ് ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾ രണ്ടുപേരും മതി എന്ന് മാത്രമാണ് ദൈവം ചിന്തിച്ചോളൂ. ആദാമും ഹവ്വയും മതി, ഞാനും മതി, നമുക്ക് 3 പേർക്കും കൂടി അടിച്ചു പൊളിക്കാം എന്നാണോ ദൈവം പറഞ്ഞത്? അല്ല. ദൈവം എന്ത് പറഞ്ഞു? ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ വർദ്ധിച്ച് പെരുകണം, നിങ്ങൾ വർദ്ധിക്കണമെന്നാ ദൈവം പറഞ്ഞത്. അതുകൊണ്ട് ലാർജർ ഫാമിലി എന്നാ ദൈവം പറഞ്ഞത്. അപ്പൊ ദൈവം അങ്ങനെ ചിന്തിക്കുന്ന, ദൈവം ഇങ്ങനെ ഒറ്റയ്ക്ക് മാത്രം ഇരിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ ചെറിയ യൂണിറ്റിനെ കുറിച്ച് മാത്രമല്ല ദൈവം ചിന്തിച്ചത്. ആദം വേണം, ആദമയും ഹവ്വയും അടങ്ങുന്ന കുടുംബം വേണം, ആദമും ഹവ്വയും മക്കളും അടങ്ങുന്ന കുടുംബം വേണം, അവരുടെ മക്കൾ അടങ്ങുന്ന കുടുംബം വേണം. അങ്ങനെ വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ദൈവം ആഗ്രഹിച്ചത്. ആ ചിന്ത നമുക്കുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ നിന്നുകൂടെ നമ്മൾ ഇറങ്ങണം. ഭാര്യ, ഭർത്താവ്, മകൻ, മക്കൾ എന്നുള്ളതിൽ നിന്നും കൂടെ അടുത്ത കമ്മ്യൂണിറ്റിയാണ് ഇത്, ചർച്ച്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഞാൻ എന്താണ്? അവിടെ എൻ്റെ റോൾ എന്താണ്? അവിടെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ റോളുകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അവിടെ ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്? എന്താണ് ഞാൻ ചെയ്യുന്നത്? ഞാൻ എത്രത്തോളം ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു മെമ്പറാണ്? ദൈവം ആഗ്രഹിക്കുന്ന ആ തലത്തിലേക്ക് ഞാൻ എന്നെ തന്നെ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. അതാണ് അടുത്ത ഒരു തലം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സാമൂഹ്യ മണ്ഡലത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു നല്ല പൗരനായിട്ട്, നല്ലൊരു പൗരത്വ ബോധമുള്ളവരായിട്ട് നമ്മൾ വളരണം. അത് വളരെ പ്രധാനപ്പെട്ട. നമ്മളാണ് വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ, ഈ ഭൂമിയുടെ ഉപ്പായിട്ട് മാറേണ്ടവർ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ദൈവം ഇത് മറ്റാരോടും പറഞ്ഞില്ല, താൻ ദൈവത്തിന്റെ മക്കളോടാണ് ഇത് പറഞ്ഞത്. അപ്പൊ കുറെ കൂടി സിവിക് സെൻസ് ഉള്ളവരായിട്ട് നമ്മൾ മാറണം. എന്താ സിവിക് സെൻസ് എന്ന് പറഞ്ഞാൽ? പൗരബോധമുള്ളവരായിട്ട് മാറണം കേട്ടോ. കുറെ കൂടി പൗരബോധമുള്ളവരായി, നിയമബോധങ്ങളുള്ളവരായി, സാമൂഹ്യ പ്രതിബദ്ധതകളുള്ളവരായി, നിയമങ്ങൾ അനുസരിക്കുന്നവരായി, നമ്മുടേതായ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ന്യായമായിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മളും ചെയ്യണം. നമ്മൾ ആ പൗരത്വ ബോധം മറ്റുള്ളവരിൽ വളർത്തിയെടുക്കണം. ഒരു തെറ്റ് കണ്ടാൽ, ഒരു മോശമായ പ്രവൃത്തി കണ്ടാൽ അതിനെ നമ്മൾ തിരുത്താൻ പറ്റുന്നവരാണെങ്കിൽ തിരുത്തണം. അവർ പറഞ്ഞു കൊടുക്കണം, അങ്ങനെ ചെയ്യരുത്, അതല്ല വേണ്ടത്, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയല്ല പെരുമാറേണ്ടത്. അപ്പോ രാജ്യത്തിന്റെ നിയമങ്ങൾ, പൊതു ഇടങ്ങളിലെ നിയമങ്ങൾ, ഇതൊക്കെ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ ദൈവം നമ്മളിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? അതല്ല, ദൈവം ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയേക്കാൾ വലുതായിരിക്കണം.
നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയേക്കാൾ ഉയർന്നിരിക്കണം. അവരോട് ഒരാൾ 100 മൈൽ നടക്കാൻ പറഞ്ഞാൽ അവർ നടക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ 2 മൈൽ നടക്കണം. ഒരാൾ നിങ്ങളുടെ ഉടുപ്പ് എടുത്തുകൊണ്ട് പോയി നിങ്ങളുടെ പുതപ്പുണെ കൊടുത്തേക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്ട്രാ മൈൽ ക്രിസ്ത്യൻ ആയിട്ട് മാറണം. മറ്റുള്ളവരൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാനായിട്ടും പൗരബോധമുള്ളവരായിട്ട് നമ്മൾ മാറണം. അതിന്റെ ഭാഗമാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുക, പൊതു സ്വത്തുക്കൾ നമ്മൾ നശിപ്പിക്കാതിരിക്കാൻ നോക്കുക, വൃത്തി മെനയുള്ള ഒരു സമൂഹം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ തന്നെ ഉത്സാഹിക്കുക, അതിനുവേണ്ടി നമ്മൾ മാതൃകകളാകുക, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഭരണാധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അനീതികൾ ഉണ്ടെങ്കിൽ കണ്ടാൽ അതിന് എതിരെ ഒരു ശബ്ദം ഉയർത്താൻ പറ്റുന്ന നിലയിലാണെങ്കിൽ ആ നിലയിൽ സംഘടിക്കുക, അത് ചെയ്യുക, അതിന്റെ ഭാഗമായി മാറുക. സമൂഹത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറണം. നമുക്ക് തിന്മകൾക്കെതിരെ ദൈവം കൊണ്ടുവന്നിരിക്കുന്ന സംവിധാനങ്ങളുണ്ട്, ദൈവം ആക്കി വെച്ചിരിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അതിനോടൊപ്പം ചേർന്ന് നമ്മൾ നിൽക്കുകയൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ നിലയിൽ മുന്നോട്ട് പോവുക. അപ്പൊ കുടുംബം, സഭ, സമൂഹം, നമ്മുടെ ഇതിലെല്ലാം ഉത്തരവാദിത്തങ്ങൾ പലതുമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ഓരോന്നും നിർവഹിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ട് 2026 ദൈവം നമുക്ക് നൽകുമ്പോൾ കുറേയും കൂടി ഒരു കിങ്ഡം സെൻസ് ഉള്ളവരായി, ഒരു രാജ്യത്തിന്റെ, ദൈവരാജ്യത്തിന്റെ സെൻസ് നമുക്കുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ പരാജയങ്ങളും കഴിഞ്ഞ കാലങ്ങളിലെ നേട്ടങ്ങളൊക്കെ നമ്മൾ മുന്നിൽ ഇനിയും നമുക്കുണ്ട് മുന്നോട്ട് പോകാനായിട്ട്. ആ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആഞ്ഞുകൊണ്ട്, അല്ലെ, അങ്ങനെയുള്ള പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. ആഞ്ഞുകൊണ്ട് ആഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അല്ല, ആഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ആഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇങ്ങനെയാണ്. ആഞ്ഞുകൊണ്ട് പറഞ്ഞാൽ ഇങ്ങനെയുള്ളതിനെയാണ് ഈ ആഞ്ഞുകൊണ്ടെന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോ ഓടാൻ നിൽക്കണ ആരെങ്കിലും നിങ്ങൾ ഇങ്ങനെ ആട്ടോ, റെഡി 1 2 3 എന്നും പറഞ്ഞ് ഇങ്ങനെയാണോ നിൽക്കണ? ഇങ്ങനെയാണോ? 1 2 ഇങ്ങനെയാണല്ലോ നിൽക്കണ. ആഞ്ഞും കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നുള്ളതാണ്. ആഞ്ഞും കൊണ്ട് എന്ന് പറഞ്ഞാൽ ഡാഡി പറഞ്ഞ, അതായത് നമ്മളൊരു ഓട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നതിനെയാണ് ആഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ മുന്നോട്ട് കുതിക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു പാട്ട് പാടാനുള്ള സമയമുണ്ട്. അതിനുശേഷം 136 സങ്കീർത്തനത്തിലേക്ക് വരാം. തുണയെനിക്ക് യേശുവേ കുറവിനി ഇല്ലതാം എന്നുള്ള പാട്ടിന്റെ ചരണങ്ങൾ